ഇന്നലെ രാത്രിയോടുകൂടി 8:30 മധ്യപൂർവ്വദേശത്ത് അശാന്തി പരത്തിക്കൊണ്ട് ഇറാനിൽ നിന്നും 200ഓളം മിസൈലുകൾ ഇസ്രയേലിനെതിരെ തൊടുത്തുവിട്ടു എന്ന വാർത്തയാണ് ലോകം മൊത്തം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിനെതിരെ ഇറാൻ ഇത്തരത്തിൽ മിസൈലുകൾ അയക്കുന്നത് ആദ്യമായിട്ടല്ല. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് അവരെ പ്രകോപിപ്പിച്ചത് എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെ തലവനെയും ഇറാൻ്റെ സൈനിക മേധാവിയും ഇസ്രയേൽ ഈ അടുത്തിടെ അവരുടെ ഗർഭഗൃഹത്തിൽ, അവരുടെ താവളത്തിൽ, അവർ സ്ഥിതി ചെയ്യുന്ന, അവർ ജീവിക്കുന്ന ഭാഗത്ത് കയറി കൊന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. നമുക്കറിയാം, അതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കാണുന്നു, ലെബനോനിൽ പേജറുകളെല്ലാം പൊട്ടി നിരവധി പേർ, 130ഓളം പേർ മരിക്കുകയും നിരവധി പേർക്ക് അംഗവൈകല്യം സംഭവിക്കുകയും ചെയ്തു. തുടർന്ന് വീണ്ടും അവരുടെ വോക്കി ടോക്കി, അതും ലെബനോനിലെ സൈനികരും അവിടുത്തെ സിവിലിയൻസും ഉപയോഗിക്കുന്ന വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചു. അങ്ങനെയും നിരവധി പേർ മരിക്കുകയും അംഗഭംഗം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതോടുകൂടി അത് മാത്രമല്ല, അതിനകത്ത് അവരുടെ ലെബനോനിൽ സ്ഥിതി ചെയ്യുന്ന വീടുകളുടെ മേളിൽ സ്ഥാപിച്ചിരുന്ന സോളാർ പാനലുകൾ വരെ തകർത്തു. എന്ന് പറഞ്ഞാൽ കൃത്യമായും അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ തകർത്തുകൊണ്ടുള്ള ഇസ്രയേലിൻ്റെ പുതിയ യുദ്ധതന്ത്രം, ഇത് നമ്മൾ ഒരു സിനിമയിൽ പോലും വിചാരിച്ചാൽ കാണാൻ കഴിയാത്ത രീതിയിൽ പ്രാവർത്തികമായി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ലോകരെല്ലാം ഞെട്ടിച്ചിരിക്കുന്നത്. യുദ്ധത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ ശരിയായ ചിന്തകൾ, അല്ലെങ്കിൽ യുദ്ധം എങ്ങനെയായിരിക്കും, മിസൈലുകൾ അയക്കുന്നു, യുദ്ധം ചെയ്യുന്നു, കരയുദ്ധം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിന്തകളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് നമുക്ക് മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ, കാർട്ടൂണുകളിൽ പോലും കാണാൻ കഴിയാത്ത രീതിയിലുള്ള പുതിയൊരു യുദ്ധതന്ത്രം ഇസ്രയേൽ അവലംബിച്ചിരിക്കുന്നു. ആ യുദ്ധതന്ത്രം എന്ന് പറഞ്ഞാൽ എതിരാളികളുടെ കമ്മ്യൂണിക്കേഷനെ തന്നെ അപ്പാടെ തകർക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലെബനോനിലും ഇറാനിലുൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഹീറ്ററുകളും ഇൻഡക്ഷൻ കുക്കറുകളും തുടങ്ങി നിരവധി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും ഭയപ്പെട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ നേതാവിനെ വധിക്കുകയും ഇറാൻ്റെ സൈനിക മേധാവിയെ വധിക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത വന്നത്. അതേ തുടർന്ന് ഇറാൻ നേരത്തെ തന്നെ ലെബനനിൽ ഇസ്രയേലിൻ്റെ അറ്റാക്ക് തുടർന്നപ്പോൾ തന്നെ ഇറാൻ പറഞ്ഞിരുന്നു, ഇറാനായിരുന്നു ലെബനോനെ യഥാർത്ഥത്തിൽ സൈനികപരമായും ആയുധപരമായും എല്ലാം സഹായിച്ചുകൊണ്ടിരുന്നത്. ഇറാൻ തന്നെ നേരിട്ട് ഇസ്രയേലിനെതിരെ പ്രതിരോധിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇത് ഉടനെ തന്നെ ഇപ്പോൾ ഇന്നലെ വൈകിട്ട് രാത്രി 8:30, ഇന്ത്യൻ സമയം 8:30 രാത്രി 200ഓളം മിസൈലുകൾ ഇസ്രയേലിലേക്ക്, ടെല്ലവീവിലേക്കും ജെറുസലേമിലേക്കും അയച്ചു എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ ഇസ്രയേൽ അവരുടെ സൈനിക മികവ് കൊണ്ട് പ്രതിരോധിക്കുകയും അപായം ഒന്നുമില്ലെന്നും, അതുകൂടാതെ ബങ്കറുകളിൽ ആളുകൾ അഭയം തേടുക, യുദ്ധത്തിന് സമാനമായ ഒരു സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സൈറൺ നൽകുകയും അപായ സൂചന നൽകുകയും ചെയ്തു. ആളുകൾ അതുപോലെ മലയാളികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം ബങ്കറുകളിലും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും പോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഈ മിസൈലുകൾ ഇറാൻ തൊടുത്തു വിട്ട സമയത്ത് തന്നെ ഇസ്രയേൽ യഥാർത്ഥത്തിൽ അവരുടെ എയർപോർട്ട് എല്ലാം തന്നെ അടച്ചിരുന്നു. പക്ഷേ രാത്രി 10 മണിയോടുകൂടി എയർപോർട്ടുകളെല്ലാം തുറന്നു. അതിൻ്റേതായ രീതിയിലുള്ള ബിസിനസ്സുകൾ നടത്തുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം യഥാർത്ഥത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ സറൗണ്ടഡായിട്ട്, ഇസ്ലാമിക രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയൊരു തുരുത്താണ്. അവർക്ക് ഡു ഓർ ഡൈ എന്നുള്ളൊരു രീതിയിലാണ് അവർ ആദ്യകാലം മുതൽ, ഇസ്രയേൽ എന്നൊരു രാജ്യം ഉണ്ടായ കാലം മുതൽ അവർ ജീവിക്കുന്നത്. അവർക്ക് ഒരിക്കലും അവിടെ ഒരു സഹവർത്തിത്വം ഉണ്ടാകുന്നൊരു സാഹചര്യം ഇന്ന് ഈ ദിവസം വരെയും ഉണ്ടായിട്ടില്ല. നിരവധി സമാധാന സന്ധികളും ഉടമ്പടികളും ചർച്ചകളും ഒക്കെ ഇന്ന് നടക്കുന്നു, അന്നും പണ്ടും തുടർന്നതാണ്. പതിറ്റാണ്ടുകളായിട്ട് തുടരുന്നുണ്ടെങ്കിലും ഒരിക്കലും ശാന്തി സമാധാനം ഉണ്ടാക്കാൻ ഇസ്രയേലിന് എതിരെ ഇസ്ലാമിക രാജ്യം എന്നുള്ള ഒരു ചിന്തയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് മധ്യപൂർവ്വദേശം. അവിടെ ആ രീതിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് യൂറോപ്യൻ യൂണിയനെ എല്ലാം ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ റഷ്യയിൽ നിന്നും യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളെ സംരക്ഷിക്കുന്ന നാറ്റോ ഉണ്ട്. നാറ്റോ പോലെ എന്തുകൊണ്ട് ഇവിടെ മാറ്റോ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടായിക്കൂടാ എന്നുള്ളൊരു ചിന്ത പണ്ട് മുതലേ തന്നെ വിദേശകാര്യ ചിന്തകരും
വിദേശകാര്യങ്ങളെക്കുറിച്ചും ഈ യുദ്ധങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന, പ്രത്യേകിച്ച് കാണുന്നവരെല്ലാം തന്നെ അങ്ങനെ ഈ നാറ്റോയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് തന്നെ പതിറ്റാണ്ടുകളായി. പക്ഷേ അതൊരിക്കലും സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ, അതുപോലെ ഇവിടെ മിഡിൽ ഈസ്റ്റ് ഒരു ട്രീറ്റി ഓർഗനൈസേഷൻ, അത് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ. നമ്മൾ നാറ്റോ ഉണ്ടാക്കിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനെ സംരക്ഷിക്കാനാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ റഷ്യയിൽ നിന്നും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ ഇവിടെ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ ഒരു മുസ്ലിം രാജ്യവും അങ്ങനെയുള്ളൊരു സന്ധിയിലേക്ക്, അങ്ങനെ ഒരു ഉടമ്പടിയിലേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് അവർക്ക് അവരുടേതായ നിലനിൽപ്പ് പാലിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെല്ലാ ദിവസവും യുദ്ധത്തിലൂടെയാണെങ്കിലും അവർക്ക് ജീവിച്ചേ പറ്റൂ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അവരുടെ യുദ്ധതന്ത്രങ്ങളിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന ഈ കാലം അത്രയും നടത്തിയ യുദ്ധത്തിൽ ഒന്നിൽ പോലും അവർക്ക് ഈ പരിസരത്തെ അവരെ ചുറ്റപ്പെട്ടിരിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾക്കൊന്നും വഴങ്ങിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. ഇപ്പോഴും അവർ തന്നെയാണ് യുദ്ധത്തിൽ വിജയിച്ചിട്ടുള്ളത്. ഇപ്പോഴും അവരെന്നാൽ അവരുടെ യുദ്ധത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സിവിലിയൻസിനെ കഴിവതും അവർ ഉപദ്രവിക്കാതെയുള്ള രീതിയിലാണ് അവലംബിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ഒക്ടോബർ 7, ഇപ്പോൾ ഈ മാസം 4-5 ദിവസം കഴിയുമ്പോഴേക്കും കൃത്യം ഒരു വർഷമാകും. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ാം തീയതി ഈ പാലസ്തീൻകാർ അവിടെ ഇരച്ചു കയറി 1200ഓളം പേര് ഇസ്രയേലുകാരെയും വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകളെയും എല്ലാം കൊല്ലുകയും ബന്ദികളാക്കുകയും ചെയ്തു. അവരെ ഇന്നും ബന്ദികളാക്കപ്പെട്ടവർ എവിടെയാണ്, സുരക്ഷിതരാണോ, ജീവിച്ചിരിപ്പുണ്ടോ, കൊല്ലപ്പെട്ടോ എന്നുള്ള ഒന്നും ഇതുവരെ പാലസ്തീൻകാർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവരെ മോചിപ്പിക്കുന്നിടത്തോളം കാലം ഇസ്രയേൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള പഴയ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായതിനാൽ 1200 പേരെ കൊന്നതിന് പകരം അവർ ഇപ്പോൾ ഏതാണ്ട് 44,000 പേരെയോളം പാലസ്തീൻകാരെയും മറ്റും കൊന്നിരിക്കുന്നു എന്നുള്ളതാണ്, യുദ്ധത്തിലൂടെ കൊന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ കരയുദ്ധം അവർ ആരംഭിച്ചിരിക്കുന്നു. അവർ ഇറാനിലേക്ക് ഉൾപ്പെടെ, ലെബനോനിലെ ഒരു കരയുദ്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇറാനിലുൾപ്പെടെ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് അവർ തീരുമാനം എടുത്തിരിക്കുന്നു. ഇന്നലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിളിച്ചിട്ട് പറഞ്ഞു, മധ്യപൂർവ്വദേശത്ത് അമേരിക്കയുടെ, അവിടെ ശാന്തിയും സമാധാനവും നിലനിർത്തുവാൻ വേണ്ടി അമേരിക്കയുടേതായ 40,000 പട്ടാളക്കാർ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ സപ്പോർട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ലഭിക്കും, ഇറാനെതിരെയുള്ള യുദ്ധത്തിന് ഇസ്രായേലിന് ലഭിക്കും എന്നുള്ള ഉറപ്പും കൂടെ നൽകിയിരിക്കുന്നു. ഇതെല്ലാം തന്നെ നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യക്കും മലയാളികൾക്കും ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ലക്ഷോപലക്ഷം മലയാളികളും ഇന്ത്യക്കാരും മധ്യപൂർവ്വദേശത്ത് പല രാജ്യങ്ങളിലായി, സൗദിയിലും ഇറാനിലുൾപ്പെടെ, സൗദിയിലും UAE-യിലും തുടങ്ങി പലയിടത്തും തൊഴിൽ തേടിപ്പോയി ജീവിതമാർഗം ചെയ്യുന്ന ഒരു സമൂഹമാണ് കേരളീയൻസും മറ്റ് ഇന്ത്യക്കാരും. അപ്പോൾ നമ്മളെയും ഈ യുദ്ധം ബാധിക്കും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഇസ്രായേൽ അവർക്കും വഴങ്ങിക്കൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ജോഗ്രഫിക്കലി, ഭൂമിശാസ്ത്രപരമായ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇസ്രായേലിൽ ഒരിക്കലും അവർക്ക് മറ്റാർക്കും കീഴടങ്ങി കൊടുത്തിട്ടുള്ള ഒരു പാരമ്പര്യം അവർക്കില്ലെന്ന് മാത്രമല്ല, അവർക്കങ്ങനെ ജീവിക്കാൻ, യുദ്ധം ഡു ഓർ ഡൈ എന്ന് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ജീവിക്കണമെങ്കിൽ യുദ്ധം ചെയ്തേ പറ്റൂ എന്നുള്ള, ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യണം എന്നുള്ള അവരുടെ നിയതമായ ആവശ്യവും അവരുടെ എക്സിസ്റ്റൻസിൻ്റെ, നിലനിൽപ്പിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു യുദ്ധമാണ് ഇപ്പം നടക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ അത് കൂടും. കാരണം നമുക്ക് കഴിഞ്ഞ ഒക്ടോബർ 7 1200 പേരെ കൊന്നതിനാണ് അവരിപ്പോൾ 44,000-ഓളം പേരെ കൊന്നിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ 200 മിസൈലുകൾ അവർ ഇറാൻ ഇസ്രായേലിനെതിരെ തൊടുത്തപ്പോൾ അവർ ഇനിയിപ്പോൾ എന്ത് തരത്തിലുള്ള നയമാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മളിനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അവരെന്തായാലും പ്രതിരോധം മാത്രമല്ല, പ്രതികാരത്തോടു കൂടിയാണ് അവരെല്ലാം എല്ലാ കാലത്തും യുദ്ധത്തെയും മധ്യപൂർവ്വദേശത്തിലെ അവർക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ അവർ കണ്ടിരുന്നത്. അത് ഇനി ഇറാനെതിരെയും അവർ ശക്തമായ ഒരു പ്രതിരോധവും പ്രത്യാക്രമണവും നടത്തും എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്.